നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യയിൽ നവംബർ 19-ന് യാത്ര ചെയ്യുന്നവരുടെ ജീവൻ അപകടത്തിലാകും എന്ന ഖാലിസ്ഥാനി ഭീകരന്റെ ഭീഷണിയിൽ സുരക്ഷ ശക്തമാക്കി. സർവീസ് നടത്തുന്ന പ്രധാന നഗരങ്ങളിൽ കൂടുതൽ മുൻകരുതലുകൾ എടുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖാലിസ്ഥാനി ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് ഭീഷണി മുഴക്കിയത്. ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി, പഞ്ചാബ് വിമാനത്താവളങ്ങളിലാണ് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. ഡൽഹി വിമാനത്താവളത്തിൽ സന്ദർശക പാസ് അനുവദിക്കുന്നത് അവസാനിപ്പിക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചു. ഇന്ത്യയിലുടനീളം വിമാനത്താവളം, എയർ സ്ട്രിപ്പ്, എയർഫീൽഡ്, എയർഫോഴ്സ് സ്റ്റേഷൻ, ഹെലിപാഡ്, ഫ്ലൈയിംഗ് സ്കൂളുകൾ, അതുപോലെ ഏവിയേഷൻ ട്രെയിനിംഗ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെതിരെ സുരക്ഷാ ഭീഷണിയുള്ള പശ്ചാത്തലത്തിലാണ് നിർദ്ദേശമെന്ന് സർക്കുലറിൽ പറയുന്നു. ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും വിമാനയാത്ര നടത്തുന്ന യാത്രക്കാർക്ക് അധിക സുരക്ഷാ പരിശോധനകളാണ് ഇനി ഉണ്ടാവുക. യാത്രക്കാരെയും കൈവശമുള്ള ലഗേജുകളും പ്രാഥമിക സുരക്ഷാ പരിശോധനയ്ക്ക് പുറമെ മറ്റൊരു പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കും. 19-ന് എയർ ഇന്ത്യ വിമാനത്തിൽ സിഖുകാർ യാത്ര ചെയ്യരുത്, അത് ജീവൻ അപകടത്തിലാക്കും എന്നായിരുന്നു നിരോധിത സിഖ് സംഘടനയായ സിഖ്സ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ പന്നൂൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ ഭീഷണി മുഴക്കിയത്. ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്ന ദിവസമാണ് നവംബർ 19 എന്നും പന്നൂൻ ഓർമ്മിപ്പിച്ചു. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളം നവംബർ 19-ന് അടച്ചിടുമെന്നും അതിന്റെ പേര് മാറ്റുമെന്നും പന്നൂൻ അവകാശപ്പെട്ടിരുന്നു. പന്നൂന്റെ ഭീഷണി തമാശയായി കണ്ട് അവഗണിക്കരുതെന്ന മുന്നറിയിപ്പുമായി ഇന്റലിജൻസ് ഏജൻസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ സിഖ് യുവാക്കളെ ഇളക്കി വിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പന്നൂൻ നടത്തുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1985-ൽ 329 പേരുടെ മരണത്തിന് ഇടയാക്കിയ കനിഷ്ക വിമാന ദുരന്തം ആവർത്തിക്കുമെന്ന ഭീഷണിയാണ് പന്നൂൻ ഉയർത്തുന്നതെന്നും മുന്നറിയിപ്പുണ്ട്. എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന എല്ലാ നഗരങ്ങളിലെയും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഭീകരവാദിയായ പന്നൂൻ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ലോകമെങ്ങും ചുറ്റിക്കറങ്ങുന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഒരു രാജ്യം പോലും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. സ്വന്തം നിലയ്ക്ക് ഇയാൾക്ക് എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ടെങ്കിലും യാതൊരു കാരണവും കൂടാതെ സിഖ് യുവാക്കളെ ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ഇളക്കി വിടുന്നത് ഗുരുതരമായ പ്രശ്നമാണെന്ന് ഉയർന്ന ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.